നമസ്കാരം. അദ്ദേഹം പറഞ്ഞ നിലപാടിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. കാരണം നമ്മുടെ പണ്ടത്തെ ഒരു പഠന സമ്പ്രദായമല്ല ഇന്നത്തേത്. ഇന്നെന്ന് പറയുന്നത് കുട്ടികൾ വളരെയധികം സ്ട്രെസ്ഫുള്ളാണ് അല്ലേ? പാരൻസിൻ്റെ ഭാഗത്തു നിന്നായാലും നമ്മുടെ ക്ലാസ്സിലെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നായാലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നായാലും കുഞ്ഞുങ്ങൾ വളരെയധികം സ്ട്രെസ്ഫുള്ളാണ്. നമ്മുടെ പാരൻസ് ഒരു റിലാക്സേഷൻ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. ഫുള്ളി എൻഗേജ്ഡ് ആക്കി വച്ചിരിക്കുകയാണ്. അതായത് രാവിലെ ട്യൂഷന് പോകുന്ന കുട്ടികളുണ്ട്. രാവിലെ എണീറ്റ് അങ്ങനെ ട്യൂഷൻ്റെ ഹോംവർക്കും സ്കൂളിലെ ഹോംവർക്കും ഇത് കൂടാതെ അസൈൻമെൻറ്റ്, പ്രോജക്റ്റ് വർക്ക്, അല്ലാതെ തന്നെ ആക്ടിവിറ്റീസ്, അങ്ങനെ വർക്ക് കുറേ സ്കൂളിൽ നമുക്ക് കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് ചെയ്യാൻ സമയമുണ്ടോ അതൊന്നും അവർക്കറിയില്ല. കുട്ടികളോട് ആ വർക്ക് ലോഡ് അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ അത് വളരെയധികം ഒരു മാനസിക സമ്മർദ്ദമാണ് കുട്ടികൾക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പാരൻസ് മനസ്സിലാക്കുന്നില്ല, ടീച്ചേഴ്സ് മനസ്സിലാക്കുന്നില്ല. കുട്ടികൾ മാനസികമായി അവിടെ തളരുകയാണ്. ഇതിന് പുറമെ എക്സാം വരികയാണെങ്കിൽ പിന്നെ നോക്കണ്ട, കുട്ടികൾ ഫുൾ എൻഗേജ്ഡ് ആയിരിക്കും. ഈ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഇറക്കി വെക്കാനുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഈ വെക്കേഷൻ ടൈമാണ്. ഈ വെക്കേഷൻ ടൈമിൽ ഈ പാരൻസ് എന്ത് ചെയ്യും? ഈ വെക്കേഷന് മുന്നേ തന്നെ അവർ ഓരോരുത്തും ഓരോ കോഴ്സിന് അതിന് മുന്നേ തന്നെ പ്ലാൻ ചെയ്യുകയാണ്. ഓരോ കോഴ്സിനെ കൊണ്ട് ഈ മക്കളെ കൊണ്ട് ചേർക്കാൻ വേണ്ടി. അത് അവർക്ക് അതിനേക്കാളും ഒരു സ്ട്രെസ്ഫുള്ളാണ്. അവർക്ക് ഒരു റിലാക്സേഷനുള്ള ടൈം കൊടുക്കുന്നില്ല. ഫുള്ളി എൻഗേജ്ഡ് ആണ്. അപ്പോൾ അവർക്ക് എപ്പോഴാണ് ഒരു റിലാക്സിന് വേണ്ടി ഒരു സമയം കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് ഈ വെക്കേഷൻ ടൈമിലെങ്കിൽ നമ്മുടെ പാരൻസ് മനസ്സിലാക്കണം. ഈ പാരൻസും കുഞ്ഞിലെ ഇതേ സ്റ്റേജ് കഴിഞ്ഞാണല്ലോ വന്നത്. നമ്മൾ ആരും പഠനം എന്നുള്ളത് അത്ര എൻജോയ്മെൻറ്റ് ചെയ്ത ഒരു സംഗതിയൊന്നും അല്ല അല്ലേ? നമ്മളും ഒരു റിലാക്സേഷൻ ആഗ്രഹിച്ചിരുന്നു. പുറത്തേക്ക് പാരൻസിനോടൊപ്പം പുറത്തേക്ക് പോകാനോ ബന്ധുമിത്രാദികളുടെ വീടുകളിൽ പോകാനോ അല്ലെങ്കിൽ കളിക്കാനോ ചിരിക്കാനോ ഒക്കെ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. അല്ല എന്ന് പറഞ്ഞാലും അത് സമ്മതിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മളെല്ലാവരും ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് തന്നെയാണ് വന്നത്. അപ്പോൾ അതേ ഫീലിങ്സാണ് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഇനി എത്ര വളർന്നാലും അതേ ഫീലിങ്സാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു സമയം അവർക്ക് അനുവദിച്ചു കൊടുക്കുക. വെക്കേഷൻ ടൈമിൽ കൂടുതൽ അവരെ പഠന കാര്യങ്ങളിൽ വ്യാപൃതരാകാതെ ഇതുപോലെയുള്ള കുഞ്ഞു അവരുടെ ഇഷ്ടങ്ങൾക്ക് കൂടി പ്രാധാന്യം കൊടുക്കുക. ബന്ധുമിത്രാദികളുടെ വീടുകളിൽ പോകാനോ കളിക്കാനോ ചിരിക്കാനോ അവർക്ക് ഇഷ്ടമുള്ള സിനിമകൾ കാണാനോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തുമാകട്ടെ, അവർക്ക് പഠനമാണ് ഇഷ്ടമെങ്കിൽ അവർ അത് ചെയ്യട്ടെ, അതിനൊരു പ്രോബ്ലമില്ല. പക്ഷേ അവരുടെ താല്പര്യങ്ങൾക്ക് കൂടി അവരുടെ ഇഷ്ടങ്ങൾക്ക് കൂടി നമ്മളും ഒരു വില കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ കുഞ്ഞുങ്ങളുടെ മനസ്സ് മനസ്സിലാക്കിയിട്ടാകണം അദ്ദേഹം ഇത്തരത്തിൽ ഒരു നിലപാട് പറഞ്ഞത്. താങ്ക് യു.